നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനലിൽ പെട്ടെന്ന് അങ്ങ് വ്യൂസ് കുറയുക, അതല്ലെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ നമുക്ക് കാര്യമായിട്ട് വ്യൂസ് വരാതിരിക്കുക. എനിക്കുറപ്പുണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഞങ്ങളുടെ ചാനലിൽ സംഭവിച്ചത്. കാരണം നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അങ്ങനെ കുറയാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. എന്നാൽ അവിടെ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഉറപ്പായും നിങ്ങളുടെ വ്യൂസ് കുറയുന്നതാണ്, നിങ്ങളുടെ ചാനൽ റീച്ച് ആകുന്നതല്ല. എത്ര നല്ല വ്യൂസ് വരുന്ന ചാനൽ ആണെങ്കിലും ഈ ഒരു പ്രോബ്ലം, വ്യൂസ് വരാത്ത പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചാനൽ തുടങ്ങിയ ആളുകളാണെങ്കിൽ, ഇപ്പൊ വ്യൂസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തുടക്കത്തിലെ പറയാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ചാനലിൽ വ്യൂസ് വരാതിരിക്കാൻ, നല്ല റീച്ച് ഉണ്ടെങ്കിലും വ്യൂസ് വരാതിരിക്കാനുള്ള ആ 13 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ചാനലിൽ നല്ല വ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഫേക്ക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ വാച്ച് ടൈം കൊണ്ടുവരിക, വ്യൂസ് കൊണ്ടുവരിക. അപ്പൊ ഞാനിത് ഫേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ടായിരിക്കും, അത് നമ്മൾ ഫേക്ക് എന്ന് പറയാം. പക്ഷെ അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഗ്രൂപ്പുകളിൽ പരസ്പരം വീഡിയോ കാണുക. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അൽഗോരിതത്തിന് അത് എതിരാണ്. അപ്പൊ നിങ്ങൾ പലരും പറയാറുണ്ട്, നിങ്ങൾ ക്യാഷ് തന്നാലും ഞങ്ങൾ അത് ഡ്രോപ്പ് ആകില്ല, അത് പെർമനന്റ് ആണ്, മോണിറ്റൈസേഷൻ ഒക്കെ ആകും. പക്ഷെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ വരണം എന്നുണ്ടെങ്കിൽ വ്യൂസ് വരണം. അപ്പൊ നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കുറയാൻ, പെട്ടെന്ന് വ്യൂസ് കുറയാനുള്ള ഒരു കാരണം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് സബ് ഫോർ സബ്, അതല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ്, വാച്ച് ടൈം കൂട്ടാൻ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, പെട്ടെന്ന് നമ്മുടെ ചാനലിൽ റീച്ച് പോവുക. പലരും പറയാറുണ്ട് വ്യൂസ് നല്ല, ലൈവ് ചെയ്യുമ്പോൾ വ്യൂസ് നന്നായിട്ട് കയറിയിരുന്നു, ഷോർട്സിന് വ്യൂസ് വരുന്നു, പക്ഷെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആയിരിക്കാം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആയിരിക്കാം, എന്തെങ്കിലും പല വയലേഷൻ ആയിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് പെട്ടെന്ന് വ്യൂസ് കുറയാനുള്ള ഒരു കാരണമായേക്കാം. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും അത് അവോയ്ഡ് ചെയ്ത് അവിടെ അത് സോൾവ് ചെയ്യാതെ, ഇപ്പൊ കോപ്പിറൈറ്റ് ആണെങ്കിൽ കോപ്പിറൈറ്റ് സ്കൂളൊന്നും അറ്റൻഡ് ചെയ്യാതെ, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആണെങ്കിൽ അതിൽ അപ്പീൽ കൊടുക്കാതൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ വാണിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീച്ചിനെ ബാധിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മളെ ചാനലിലെ വീഡിയോസ് ഡിലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ പലരും വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ചാനലിൽ ഒരു വീഡിയോ അങ്ങ് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആകും, റീച്ച് പോകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് നല്ല റീച്ചുള്ള വീഡിയോസുകൾ ഡിലേറ്റ് ചെയ്യുക, അതുപോലെ റീച്ച് കുറവുള്ള വീഡിയോസ് ആണെങ്കിലും ബൾക്കായിട്ടൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ചാനലിൽ നമ്മളൊരു 100 വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ 100 വീഡിയോ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ നിങ്ങൾ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിലേറ്റ് ചെയ്തു എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരില്ല. പകരം ബൾക്കായിട്ട് വീഡിയോസ് ഡിലേറ്റ് ചെയ്യുക, അതുപോലെ നല്ല റീച്ച് വന്നിട്ടുള്ള വീഡിയോസുകളൊക്കെ ഡിലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വ്യൂസിനെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇതുപോലെ ഇപ്പൊ നമ്മൾ ഡിലേറ്റ് ചെയ്യുന്നതിന് പകരം പലരും ഒരുപാട് വീഡിയോസ് അങ്ങ്, ഇപ്പൊ മോണിറ്റൈസേഷൻ റീയൂസ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോസുകൾ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഒക്കെ ആക്കി വെക്കും. അതും നമ്മുടെ ചാനലിന്റെ റീച്ച് കുറക്കാൻ ഒരു കാരണം. കാരണം നിങ്ങളുടെ ചാനലിലെ മെജോറിറ്റി വീഡിയോസുകളും നിങ്ങൾ അങ്ങ് പെട്ടെന്ന് പ്രൈവറ്റ് അൺലിസ്റ്റഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസ് കുറയാൻ കാരണമാകാറുണ്ട്. അപ്പൊ ഇതും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അവർക്ക് നല്ല വ്യൂസ് വരുമ്പോൾ ഇടയ്ക്ക് അവരെന്ത് ചെയ്യുക, അവരുടെ സബ്ജക്റ്റ് അങ്ങ് മാറ്റിപ്പിടിക്കുക. അപ്പൊ നിങ്ങൾ ചാനലിൽ ഒരു പൊതുവായിട്ടൊരു തീം വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സബ്ജക്റ്റ് മാറ്റി പിടിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. അടുത്തതായിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് ചിലരുടെ ചാനൽ കാണാം, നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, നല്ല വ്യൂസും ഉണ്ടായിരിക്കും, പക്ഷെ പെട്ടെന്ന് നമ്മളിങ്ങനെ ചില വീഡിയോസ് നോക്കുമ്പോൾ ചില പ്രത്യേക സമയം മുതൽ വ്യൂസ് വരുന്നുണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും റീസൺ എന്ന് നോക്കുമ്പോൾ അവര്
ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും, ക്യാഷ് കൊടുത്തിട്ടോ അല്ലാതെയോ വേറൊരാളുടെ ചാനൽ വാങ്ങിച്ചതായിരിക്കും. അപ്പൊ അവരിടുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവര് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിൽ ഇവരിടുമ്പോൾ വ്യൂസ് വരുന്നുണ്ടായിരിക്കില്ല. അപ്പൊ മറ്റൊരാള് ചെയ്ത ചാനൽ, വീഡിയോസ് ചെയ്ത ചാനലിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യുമ്പോൾ അവരിതുവരെ കണ്ടതും കേട്ടതൊക്കെ ആ ആളെയാണ്. അപ്പൊ അതിൽ പെട്ടെന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് വരണം എന്നില്ല. കാരണം ആ ഒരു പ്രേക്ഷകര് ഇഷ്ടപ്പെട്ടതും സബ്സ്ക്രൈബ് ചെയ്തതും അവരെ കാണാനാണ്. അപ്പൊ നമ്മൾ അവരുടെ ചാനൽ വാങ്ങിച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ അത് വ്യൂസിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ചിലർക്കൊക്കെ അവർ ചാനൽ തുടങ്ങുമ്പോൾ നല്ല വ്യൂസ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് അങ്ങ് ചാനലിൽ വ്യൂസ് കുറയും. അപ്പൊ നമ്മൾ അതിന്റെ റീസൺ ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. പക്ഷെ ഇതൊരു ലക്ക് കൊണ്ട് സംഭവിക്കാം. ആ ഒരു ലക്ക് എല്ലായ്പ്പോഴും അവർക്ക് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ന്യൂ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർക്ക് ലോങ് വീഡിയോ ആദ്യത്തെ വീഡിയോ മുതൽ തന്നെ നല്ല വ്യൂസ്, ഷോർട്സിന് നല്ല വ്യൂസ്, ഒരു തരം ലക്ക് എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഇംപ്രഷൻ പോകുന്നു, എല്ലാവരും ക്ലിക്ക് ചെയ്യുന്നു, CTR കൂടുന്നു, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുന്നു. അതൊരു ലക്ക്. നമ്മൾ ആർക്കാണ് ഇംപ്രഷൻ പോയത് അത് റൈറ്റ് ഓഡിയൻസിലേക്ക് ആവാം. ഇപ്പൊ ഞാനൊരു വീഡിയോ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 100 ഇംപ്രഷൻ പോകുന്നത് അവരൊക്കെ ബിസി ആണെന്ന് കരുതുക. ഞാൻ എത്ര നല്ല വീഡിയോ ചെയ്താലും ഞാനത് വീഡിയോ ചെയ്ത് നോട്ടിഫിക്കേഷൻ പോയത് അവര് ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഞാൻ ആദ്യത്തെ 100 പേര് എങ്കിൽ അവരാരും കാണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ വീഡിയോ റീച്ച് ആവില്ല. അപ്പൊ അവിടെ എന്റെ കൂടെ ഒരു ലക്ക് വേണം. അപ്പൊ ആ ഒരു ലക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വ്യൂസ് വരാം. അപ്പൊ നിർഭാഗ്യം കൊണ്ട് ആ കാരണം കൊണ്ട് എന്ത് ചെയ്യാം, വ്യൂസ് വരാതെ ഇരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഓഡിയൻസ് ആ സമയത്ത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ആ കാരണം വെച്ചിട്ടും പെട്ടെന്ന് വ്യൂസ് കുറയാം. അതുപോലെ ചില ചാനലിൽ പെട്ടെന്ന് വ്യൂസ് കുറയുന്ന ഒരു കാരണമാണ് അവരിങ്ങനെ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ സബ്ജക്റ്റുകളിലെ ആ ഒരു ട്രെൻഡിങ് അത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ പല സെൻസിറ്റീവ് ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സ് അത് വെച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഈ ഒരു സമയത്ത് ഞാൻ എന്താണ് ഇഷ്യൂ എന്ന് പറയുന്നില്ല, ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഒരുപാട് ആ വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യാത്തവർ വരെ, പബ്ലിക് ഇഷ്യൂസുകൾ റിയാക്ട് ചെയ്യാത്തവർ വരെ അങ്ങനത്തെ വീഡിയോസ് റിയാക്ട് ചെയ്ത് നല്ല റീച്ച് കിട്ടി. പക്ഷെ പിന്നീട് അവർക്ക് അത് വെച്ചിട്ട് ഒരു ട്രെൻഡിങ് സബ്ജക്ട് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ട്രെൻഡിങ് സബ്ജക്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇതൊക്കെ മാറിയും മറിഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു സബ്ജക്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ എല്ലായ്പ്പോഴും കിട്ടണം എന്നില്ല. അതിന് കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ട്രെൻഡിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഓഡിയൻസിന് അത് ട്രെൻഡിങ് ആയിക്കൊള്ളണം എന്നില്ല. ഇതുകൂടാതെ പലർക്കും വ്യൂസ് കുറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പറയുന്ന ഒരു കാര്യം, കൺസിസ്റ്റൻസി. അതായത് നിങ്ങൾ തുടക്കത്തിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ വ്യൂസ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇനി അങ്ങ് എന്തിട്ടാലും വ്യൂസ് വരും, എപ്പോഴെങ്കിലും കിട്ടാൻ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ടൈമും കാര്യങ്ങളൊന്നും നോക്കാതെ ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റീച്ച് കുറയും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ചാനൽ തുടങ്ങിയ സമയത്ത് ആവേശത്തോട് കൂടിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നല്ല വ്യൂസും വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും, ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വ്യൂസ് കുറയുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അവർക്ക് പണ്ടെപ്പോഴോ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരിക്കും. അതിപ്പോ വീഡിയോ ആണെങ്കിലും തംബ്നെയിൽ ആണെങ്കിലും അപ്പൊ അതേ ശൈലി പിടിച്ചു പോവുക, അപ്ഡേറ്റ് ആകാതിരിക്കുക. അതിപ്പോ അപ്ഡേറ്റ് ആകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംബ്നെയിൽ അപ്ഡേറ്റ് ആകാതിരിക്കുക. അവർക്ക് എപ്പോഴോ ഒരു പ്രത്യേക രീതിയിൽ ഒരു തംബ്നെയിൽ ഇട്ടപ്പോൾ വ്യൂസ് വന്നു, അപ്പോ അത് ചേഞ്ച് ചെയ്യാതെ അതേ രീതിയിലും അത് മാത്രം ഫോളോ ചെയ്ത് പോവുക. ഒരു വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യാതെ ഇട്ടപ്പോൾ നല്ല വ്യൂസ് വന്നു, അങ്ങനെയെങ്കിൽ ഈ എഡിറ്റിങ്ങിലൊന്നും കാര്യമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അപ്ഡേറ്റ് ആകാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ രീതിയിലും അപ്ഡേറ്റ് ആയി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരിക്കൽ വീഡിയോക്ക് വ്യൂസ് വന്നു എന്നതുകൊണ്ട് നിങ്ങൾ അതൊരു അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ എല്ലാ മേഖലയിലും കൊണ്ടുവരിക. അതുപോലെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഷോർട്സ് വീഡിയോ ചെയ്യാതിരിക്കുക, ഷോർട്സ് വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ചെയ്യാതിരിക്കുക. ഒരു ബാലൻസിങ് വേണം എപ്പോഴും. അപ്പൊ നിങ്ങൾ യൂട്യൂബ് നൽകിയിട്ടുള്ള ഓപ്ഷനാണ് ഷോർട്സ് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും. അപ്പൊ അത് നിങ്ങൾ ബാലൻസിങ് ചെയ്ത് രണ്ടും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എപ്പോഴും ഒരേ പാറ്റേൺ പിടിക്കാതിരിക്കുക. ഷോർട്സിൽ വളരെ പെട്ടെന്ന് വ്യൂസ് വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ലോങ്ങിൽ നമ്മൾ 2 or 3
വീഡിയോ ചെയ്തിട്ട് പിന്നെ നിർത്തരുത്. ഇനി വ്യൂസ് വന്നാലും അതിൽ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ അത് തോന്നിയ പോലെ ഇടാതെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിങ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനോട് കൂടെ ചേർത്ത് പറയാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാതിരിക്കുക. ഇനിയിപ്പോ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും പലരും ഫേസ് കാണിക്കാതെ അത് ആരുടെ ചാനലാണെന്ന് ഉള്ളൊരു ഐഡന്റിറ്റി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോക്ക് വ്യൂസ് വന്നു, അല്ലെങ്കിൽ 10 വീഡിയോക്ക് വ്യൂസ് വന്നു, 11ാമത്തെ വീഡിയോക്ക് വ്യൂസ് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ആ 10 വീഡിയോ കണ്ട ആളിന് നിങ്ങൾ ആരാണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ മിക്സഡ് കണ്ടന്റ് ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങളെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാള്, അയാൾ കല്യാണത്തിന് പോയാലും കുക്കിംഗ് വീഡിയോ ചെയ്താലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലും എന്ത് ചെയ്താലും ട്രാവൽ വ്ളോഗ് ചെയ്താലും കാണാൻ ആളുകൾ ഉണ്ടായിരിക്കും. അത് അവരുടെ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതിപ്പോ സെലിബ്രിറ്റീസിന് മാത്രമല്ല, നമ്മളിപ്പോ കാണുന്ന എല്ലാ വ്ളോഗേഴ്സിനും ഫേസ് കാണിച്ച് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അവസാനമായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ്, മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യൂസ് കുറയുന്നുണ്ട്. കാരണം യൂട്യൂബിന് നമുക്ക് ക്യാഷ് തരണമല്ലോ, അതുകൊണ്ട് യൂട്യൂബ് വ്യൂസ് കുറക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പലർക്കും അങ്ങനെ തോന്നാറുണ്ട് എന്ന് പറയുന്നു. പക്ഷെ യൂട്യൂബ് അങ്ങനെ വ്യൂസ് മോണിറ്റൈസേഷൻ നമുക്ക് പൈസ തരേണ്ടതുണ്ട്, അതുകൊണ്ട് വ്യൂസ് കുറക്കാമെന്നുള്ള രീതിയിൽ യൂട്യൂബ് ഒരിക്കലും വ്യൂസ് കുറക്കുന്നതല്ല. അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വിഷമം, സങ്കടം നിങ്ങൾക്ക് വേണ്ട. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നോട്ട് ചെയ്ത് പറഞ്ഞത്. ഇത് കൂടാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.